ഡ്രെയിനേജ് പൈപ്പ് ലീക്കായതോടെ ദുരിതത്തിലാണ് കാസർഗോഡ് കൊറക്കോട് ഗ്രാമം. നഗരത്തിലെ ഹോട്ടൽ മാലിന്യങ്ങളെല്ലാം ഒഴുക്കിവിടുന്നത് ഈ ഡ്രെയിനേജ് പൈപ്പിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷമായി പൈപ്പ് ലീക്കായതോടെ അഴുക്കുവെള്ളം സമീപത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കും ഒഴുകുകയാണ്. പരിഹാരം ആവശ്യപ്പെട്ട പലതവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. സുജിയ, കാസർകോട്ടെ ഹൃദയഭാഗത്തുള്ള കൊറക്കോട് ഗ്രാമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡ്രൈനേജ് പൈപ്പ് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഡ്രൈനേജ് വെള്ളം എന്ന് പറയുന്നത് ലീക്കാവുന്നു. അതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അടുത്തൊരു വയലുണ്ട്, അതുപോലെ തന്നെ കിണറുകളുണ്ട്. ഈ കിണറിലേക്കും അതുപോലെ തന്നെ വയലുകളിലേക്കും ഈ ലീക്കായ വെള്ളം എത്തുന്നതോടുകൂടി ഇവിടെയുള്ള നാട്ടുകാർക്ക് വലിയൊരു ഭീഷണിയാവുകയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ കുറച്ച് പ്രദേശവാസികൾ, വാർഡ് കൗൺസിൽ അടക്കമുള്ള പ്രദേശവാസികൾ നമ്മളിവിടെ ചേരുന്നു. മാഡം, ഏകദേശം ഇപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ ഇങ്ങനെ? ഇത് ഏകദേശം 10 വർഷമായി. ഓരോ വലിയവർ പറയുന്ന പോലെ ഓരോ 20 വർഷമായിട്ടുണ്ടാവും. ഈ ഡ്രെയിനേജ് വെള്ളം പറയുന്നത് ഞങ്ങളുടെ മഴവെള്ളം പോകാനുള്ള സംവിധാനം ആക്കിയത്. ഇപ്പോൾ ഈ ടൗണിൻ്റെ മൊത്ത ചെളിവെള്ളം ഇതിൽ വിടുന്നു. അപ്പോൾ നമുക്ക് ഈ നാട്ടുകാർക്ക് നിൽക്കാനാന്നില്ല. ഓരോ വൈകുന്നേരം ആകുമ്പോൾ നല്ലോണം സ്മെല്ലെന്നെങ്കിൽ ഭയങ്കര സ്മെല്ല്. പിന്നെ നാട്ടുകാരുടെ കുറേ ആൾക്ക് ടൈഫോയിഡ് വന്നു, ചോറ് വയ്ക്കാനാവാത്ത ഒരു സന്ദർഭം വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരിൽ. കുറേ ആൾ വന്നിട്ട് കുറേ പ്രാവശ്യം നോക്കിയിട്ട് പോയി. വാർഡ് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ വന്നു, മുനിസിപ്പാലിറ്റീൻ്റെ സെക്രട്ടറി വന്നു, 2-3 സെക്രട്ടറി വന്നിട്ട് നോക്കുന്നു പോന്നു. അതാണ് സംഭവം, വേറൊന്നും സംഭവമൊന്നുമില്ല. ചേട്ടൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ കിണറിലും മറ്റുമൊക്കെ എങ്ങനെ ചീത്ത വെള്ളമാണ്? ആ കിണറിലെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ദേഹം മുഴുവൻ ചൊറിച്ചിൽ വരും. അപ്പോൾ ആ വെള്ളം തീരെ ഉപയോഗിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, ഈ വെള്ളം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാനുള്ളതായ ഹോൾസൊക്കെ അടഞ്ഞു പോയിരിക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ വന്നിട്ട് അത് റിമൂവ് ചെയ്യാനുള്ളതായ ഒരു നടപടിയും മുനിസിപ്പാലിറ്റി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം ഇവിടെ വെള്ളം സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൃഷി ഭൂമിയിൽ നമ്മൾ ജീവിച്ചവരാണ്, നമ്മൾ മൂത്തവർ. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് കൃഷിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാങ്കിൽ ഇങ്ങനത്തെ ഇത് കണ്ടേക്കാം. ഇതന്നെ സ്ഥിതി. കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കുറഞ്ഞ് കൃഷി ഭയങ്കര ഉത്സാഹം കൊടുത്തിട്ട് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ ഗവൺമെൻറ് ഈ ഹൃദയഭാഗം മുനിസിപ്പാലിറ്റീൻ്റെ ഹൃദയഭാഗമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ പോകുമ്പോൾ, കൃഷിഭവനത്തിൽ പോകുമ്പോൾ ആടെ എല്ലാവരും ഉള്ളത് എന്തരാ എന്നും അറിയാത്ത പിള്ളേരാണ്. എന്നും അറിയില്ല, അവർക്ക് കൃഷി എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. 10-20 വർഷമായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. അടുത്തൊരു വയലുണ്ട്, അങ്കണവാടിയുണ്ട്, ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു അങ്കണവാടി അടക്കമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഇത്തരത്തിൽ വെള്ളം വരുന്നതോടുകൂടി, ചീത്ത വെള്ളം വരുന്നതോടുകൂടി കുട്ടികൾക്കെല്ലാം അത് അസുഖങ്ങളാകുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെയുള്ള ഈ ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ കൃഷിയിലും ഇത്തരത്തിൽ ഈ ഒരു ചീത്ത വെള്ളം വരുന്നതോടുകൂടി അവർക്കെല്ലാം അതൊരു ദോഷമായി മാറുന്നു എന്നുള്ള. എന്നാലും അധികാരികളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.